നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. എം സ്വരാജ് നയിക്കുന്ന ജാഥയെ വരവേറ്റത് പുലാമന്തോൾ പാലം പരിസരത്ത് വെച്ച്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് എം സ്വരാജ്. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹം ആരോപിച്ച് കോൺഗ്രസ്. മാർച്ച് 5-ന് കലം കമിഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ലു സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണം. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാർ. കാരണം കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. കടമ്പഴിപ്പുറം വൈലം കുന്നിൽ കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. വാണിയംകുളത്ത് പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. സ്വജനപക്ഷപാതവും ജനദ്രോഹവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. മീറ്ററില്ലാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. SSLC +2 പരീക്ഷകൾ തുടങ്ങി. റെഗുലർ വിഭാഗത്തിൽ ഇക്കുറി 10ാം തരം പരീക്ഷ എഴുതുന്നത് 4.25 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷ 26 വരെ. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ. വാർത്തകൾ വിശദമായി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. എം സ്വരാജ് നയിക്കുന്ന ജാഥയെ ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലം പരിസരത്ത് വെച്ചാണ് നേതാക്കൾ വരവേറ്റത്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് കൊപ്പത്തെ സ്വീകരണ യോഗത്തിൽ എം സ്വരാജ് പറഞ്ഞു. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ജില്ലയിൽ ഒരുക്കിയത്. എം സ്വരാജ് ക്യാപ്റ്റനായ പതാക ജാഥയെ ഉച്ചയ്ക്ക് 1:30 പുലാമന്തോൾ പാലം പരിസരത്ത് പാർട്ടി ജില്ലാ ഏരിയ നേതാക്കൾ സ്വീകരിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എം സ്വരാജിനെ ഷോൾ അണിയിച്ചു. NN കൃഷ്ണദാസ്, TK നാരായണദാസ്, സുബൈദ ഇസ്ഹാക്ക്, MR മുരളി, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൗണിൽ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ കൊപ്പത്തേക്ക് വരവേറ്റത്. എം സ്വരാജ്, വത്സൻ പനോളി, അനുശ്രീ എന്നിവരെ പ്രവർത്തകർ ഷോൾ അണിയിച്ചു. കേരളത്തിലെ ജനങ്ങൾ CPM സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു. സമ്മേളനത്തിൽ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക, നവകേരളത്തിന്റെ രൂപരേഖ ചർച്ചയാകുമെന്നും എം സ്വരാജ് പറഞ്ഞു. അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് CPIM സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാകുകയാണ്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നവകേരളത്തിന്റെ രൂപരേഖയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ. സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ജാഥയ്ക്ക് പട്ടാമ്പിയിലും സ്വീകരണം നൽകി. 100 കണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാനെത്തിയത്. ഈ മാസം 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് CPM സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ 52 വയസ്സുള്ള കൃഷ്ണകുമാറാണ് ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിൽ പോയി കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെത്തി ജീവനൊടുക്കിയത്. പാലക്കാട് വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിയോടെയാണ് കൃഷ്ണകുമാർ കോയമ്പത്തൂരിലെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് എത്തിയത്. വിദ്യാർത്ഥികളായ 2 മക്കളും പോയതിനു ശേഷം ഭാര്യ സംഗീതയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തിരികെ പാലക്കാട് വണ്ടാഴിയിലെ കിഴക്കേത്തറ എറാട്ടുകുളമ്പിലെ വീട്ടിലെത്തിയ കൃഷ്ണകുമാർ സ്വയം വെടിവെച്ച് മരിക്കുകയാണുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൃഷ്ണകുമാർ മരിക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്.
കോയമ്പത്തൂരിലായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ ആഴ്ചയാണ് വണ്ടാഴിയിലെ വീട്ടിലേക്ക് എത്തിയത്. സംഗീതയും കൃഷ്ണകുമാറും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറം വൈല്യം കുന്ന് ആറാട്ടുകുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കഴുത്തിട്ടിലിൽ വീട്ടിൽ പരേതനായ സുകുമാരന്റെ മകൻ 28 വയസ്സുള്ള ശ്രീനാഥാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നുപോയത്. കോങ്ങാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 6:30യോടെ പാലക്കാട്ട് നിന്ന് സ്കൂബ ടീം എത്തി. തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും ശ്രീനാഥിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി 9:30യോടുകൂടി സ്കൂബ ടീം തിരച്ചിൽ അവസാനിപ്പിച്ചു. തുടർന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതിനു വേണ്ടി മോട്ടോർ വെച്ച് വെള്ളമടിച്ചെങ്കിലും മോട്ടോർ കേടായതിനാൽ ആ പ്രവൃത്തിയും നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ വെള്ളം വറ്റിക്കാൻ ശ്രമം പുനരാരംഭിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതശരീരം ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു. കരക്കെത്തിച്ച മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീകൃഷ്ണപുരം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ മാർച്ച് 5-ന് കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നും എ തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായി സർക്കാർ കർഷകരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എ തങ്കപ്പൻ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മോഹിപ്പിച്ച സർക്കാർ പിന്നീട് കർഷകരെ വഞ്ചിച്ചു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ്. വന്യജീവി ആക്രമണ ഭീഷണിയിൽ പാടത്തുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും ഒരു സഹായവും ലഭിക്കുന്നില്ല. കൃഷിക്കായി നിർമ്മിച്ച മലമ്പുഴ ഡാമിലെ വെള്ളം കർഷകർക്ക് നൽകാതെ ബ്രൂവറിക്ക് നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളിയാറിൽ നിന്ന് അർഹതപ്പെട്ട വെള്ളവും നേടിയെടുക്കാനാകുന്നില്ല. കടത്തിൽ ജീവിക്കുന്ന കർഷകൻ കടത്തിൽ മരിക്കേണ്ട സ്ഥിതിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന കലം കമഴ്ത്തി സമരത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ പ്രസിഡന്റ് K. മുരളീധരൻ, AP അനിൽകുമാർ എന്നിവർ പങ്കെടുക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. കൃഷി ചെയ്യാൻ ഉറപ്പുവരുത്തുന്ന പകരം ബ്യൂവറേജ് കൊടുക്കാനാണ് ഗവൺമെന്റ് താല്പര്യം. ഇപ്പോൾ തന്നെ ഒരു മൂപ്പുട്ട കൃഷി ഈ മേഖലയിൽ ഇട്ടാൽ മലമ്പുഴ മുഴുവൻ നന്നായി വെള്ളം തുറന്നെങ്കിൽ മാത്രമേ ആ കൃഷി എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ മലമ്പുഴ വെള്ളത്തിന് കിട്ടേണ്ട കൃഷിക്കാർക്ക് കിട്ടേണ്ടതിനും കൊടുക്കുന്നില്ല. അതിന് തിരിച്ചു വകമാറ്റി മറ്റൊരു പതിക്ക് പോകുന്നു. പറമ്പിക്കുളത്ത് കിട്ടുന്നതിന് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൃഷിക്കാർ ദുരിതത്തിലേക്ക് പോകുന്നു, കടത്തുനിന്ന് കടത്തിലേക്ക് പോകുന്നു. കടത്തി ജീവിച്ച് കടത്തി മരിക്കേണ്ട ഗതിയാണ് പാലക്കാട് കൃഷിക്കാർ. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസ് പാർട്ടി തന്നെ കർഷക സംസ്ഥാന സെക്രട്ടറി DC സെക്രട്ടറിയാണ് ശിവരാജ്, അതുപോലെ തന്നെ രാമചന്ദ്രൻ. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ പറയാം, ഇതിനു മുമ്പ് കലക്ടറേറ്റ് മുമ്പ് ഞാനൊരു സമരം ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുത്ത് അത് ഇതായിരുന്നു, എന്ന് വെച്ചാൽ നെല്ലിന് താങ്ങുവില നീട്ടി കൊണ്ടുപോയി പഴയ അത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു രക്ഷയിലാണ് ഒരു ദിവസം ഉപവാസം നടത്തി. പിന്നെ 2 സമരങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു. അത് 2, ഒന്ന് MT വാസുദേവൻ മരണത്തിലും അതുപോലെ മൻമോഹൻ സിംഗ് മരണത്തിലും 2 സമരം മാറ്റിവെച്ചു. വീണ്ടും ജില്ലാ കോൺഗ്രസ് സമര പരിപാടിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണം. പാലക്കാട് കർഷക ജില്ലയാണ്. ഇവിടെ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ സമര പരിപാടിയായി മുന്നോട്ട് പോകണം. അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി. ഇപ്പൊ 2ാമത് സമരമായിട്ട് കൊട്ടമൈതാനത്തിൽ പോകും. വീണ്ടും അവര് പരിഹാരം കാണുന്നത് വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരമായിട്ട് മുന്നോട്ട്. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ, DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. 4,27,021 കുട്ടികളാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 2,964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9, ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. SSLC, TH SSLC, AHSLC പരീക്ഷകൾ 26-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകൾക്കാണ്
തിങ്കളാഴ്ച തുടക്കമായത്. 1-ാം വർഷ പരീക്ഷകൾ 6-ന് തുടങ്ങും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4,13,417 വിദ്യാർത്ഥികൾ 1-ാം വർഷ പരീക്ഷയും 4,44,693 വിദ്യാർത്ഥികൾ 2-ാം വർഷ പരീക്ഷയും എഴുതും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 1-ാം വർഷം 26,831 വിദ്യാർത്ഥികളും 2-ാം വർഷം 26,371 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞെന്നും പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്നും പട്ടാമ്പിയിൽ SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനി പറഞ്ഞു. SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 11 വരെയും 21 മുതൽ 26 വരെയും 2 ഘട്ടങ്ങളിലായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും ഏപ്രിൽ 3 മുതലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. അംഗൻവാടി നിയമനത്തിലെ സ്വജനപക്ഷപാതവും ജനദ്രോഹ ഭരണവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ നടത്തി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജീവിക്കാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് P. വേണുഗോപാൽ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് പ്രദേശത്താകട്ടെ സർക്കാർ സംവിധാനത്തിൽ ജോലി ലഭിക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുവോ അയൽവാസിയോ ഒക്കെയായി ജനിക്കേണ്ട അവസ്ഥയാണ്. അംഗൻവാടി നിയമനത്തിൽ ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. കേരളം ലഹരി മാഫിയയ്ക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഈ രാജ്യത്തെ പ്രത്യേകത വളരെ ബുദ്ധിമാനാണ്, ഞാനൊരു ബുദ്ധിജീവിയാണ് എന്നാണ് മക്കളുടെ ധാരണ. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ വിവരം കെട്ട വാക്കുകൾ പറയുക എന്നതല്ല എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്ക് അനിഷ്ടമാണ്. ഒരു നാട്ടിലെ അരാജകത്വം പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അവിടുത്തെ ഭരണാധികാരികളാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയില്ല. നമ്മൾ ചെയ്യുന്നതിന് തൊഴിലാളികളുണ്ട കുറ്റങ്ങളും നമ്മൾ ചോദിക്കാം. പക്ഷേ ഓരോരോ കാര്യങ്ങളും യഥാസമയം ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിന് പ്രേമ കൂടും. ഇതിനോട്ട് സിനിമ കണ്ടിട്ടാണ് KT ജയകൃഷ്ണൻ മാഷ് 1999 ഡിസംബർ മാസത്തില് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചെന്ന് വെട്ടിക്കൊന്നത് CPM-കാർ DYFI-ക്കാർ. പന്നന്നൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞ കണ്ണൂരിലെ BJP നേതാവിനെ ഭാര്യയുടെയും സഹോദരന്റെയും മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നത് അന്ന് സിനിമ കണ്ടിട്ടാണ്. പരുമല ദേവസ്വം കോളേജിലെ ABP വിദ്യാർത്ഥികളെ പമ്പയാറിൽ വീഴ്ത്തി മുക്കിക്കൊന്നത് സിനിമ കണ്ടിട്ടാണ്. അപ്പോ ഇപ്പൊ വളരെ രസകരമായ മറ്റൊരു കാര്യം, ഇപ്പൊ ലഹരി വിരുദ്ധ ബോധവൽക്കരണമായിട്ട് SFI-ക്കാരും DYFI-ക്കാരും അറിഞ്ഞിരിക്കുന്നു. BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് സ്വാഗതവും പഞ്ചായത്ത് അംഗം AC സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A. ഗോപകുമാർ, P. ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥൻ, മണ്ഡലം സെക്രട്ടറിമാരായ വിജു, ഹർഷ ഹരിഹരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വജനപക്ഷപാതപരമായ അംഗൻവാടി നിയമനങ്ങൾക്കെതിരെ പഞ്ചായത്ത് പ്രദേശത്തെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഗവർണർക്ക് നൽകാനുള്ള പരാതി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ സ്വീകരിച്ചു. തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ഉത്തരവിനെതിരെ യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഒറ്റപ്പാലം ജോയിന്റ് RTO ഓഫീസ് മാർച്ചിന് ശേഷം ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. അതിന് കാരണം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ഈ കേരളത്തിലെ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അത്തരത്തിൽ അശാസ്ത്രീയമായ പരമ വിഡിത്തമായിട്ടുള്ള ഈ രാജ്യത്ത് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മാത്രമല്ല മറ്റൊരു വിഭാഗത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മരമണ്ടൻ ഉത്തരവ്
ആ ഉത്തരവ് ഒരു തൊഴിലാളിയും നടപ്പിലാക്കണ്ട എന്ന് നമ്മുടെ യൂണിയൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യൂണിയനിൽ മെമ്പർമാരല്ലാത്ത മറ്റ് സംഘടനകളിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ആകെ ആ ഉത്തരവിനെ കാറ്റിൽ പരത്തിയിട്ടുള്ളത്. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി PA രാമൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M മോഹനൻ മാസ്റ്റർ, I ഷാജു, V കണ്ണൻ, K വീരാൻ, ഷെരീഫ്, C ഉണ്ണികൃഷ്ണൻ, K ശിവദാസൻ, VT സുരേഷ് ബാബു, TK അബ്ദുൽ ലത്തീഫ്, ജോൺസൺ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് RT ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്ററില്ലെങ്കിൽ സൗജന്യ യാത്ര എന്നെഴുതിയ സ്റ്റിക്കർ പതിക്കണമെന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അഞ്ചുവിളക്ക് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. പ്രതിഷേധ ധർണ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ട്രഷറർ അബ്ദുൾ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, സോണി രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP രാധാകൃഷ്ണൻ, RM രാഗേഷ്, ജയ്സൺ പള്ളായി, ശശിധരൻ, ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ പുതുച്ചേരി ഡിവിഷൻ സെക്രട്ടറി S പ്രദോഷ് സ്വാഗതവും മുണ്ടൂർ ഡിവിഷൻ പ്രസിഡന്റ് പ്രേമകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ ഇടതു സർക്കാർ ഭരണം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K നാരായണൻ. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K നാരായണൻ. CPMന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും K നാരായണൻ ആരോപിച്ചു. പതിറ്റാണ്ടുകളോളം പൊതുസേവനം നടത്തിയ ഉദ്യോഗസ്ഥരെ ജനദ്രോഹികളെന്ന് മുദ്രകുത്താനുള്ള ശ്രമമാണ് CPMും ഇടതു സംഘടനകളും നടത്തുന്നത്. ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാരിന്റെ മുഖം നോക്കി ഉന്നയിക്കേണ്ട ഒന്നല്ലെന്നും നാരായണൻ പറഞ്ഞു. ശമ്പളത്തിന് വേണ്ടിയാണ് ഈ നാട്ടിലെ പെൻഷൻകാരും അധ്യാപകരും ജീവനക്കാരൊക്കെ സമരം ചെയ്യുന്നത്. അവരുടേതായ ജീവിത നിലവാരം സുരക്ഷിതമാക്കിക്കൊണ്ട് കഷ്ടപ്പാടിൽ നിന്നും ഉയർത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിലെ പെൻഷൻകാർ സമരം ചെയ്യുന്നത്. അവർക്ക് ലഭ്യമാക്കുന്നതായിട്ടുള്ള ബെനിഫിറ്റുകളെ കാലാകാലങ്ങളായിക്കൊണ്ട് നിഷേധിക്കുന്ന രീതി ഈ ഇടതുപക്ഷ സർക്കാർ തുടർന്നുകൊണ്ട് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം രഘുകുമാർ അധ്യക്ഷത വഹിച്ചു. ഷേണു, MK വാസുദേവൻ, R ഗിരിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുറ്റുമതിൽ തകർന്നു കിടന്നിരുന്നതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരുന്നു. ക്ലാസ് മുറികളുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തതുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഷൊർണൂർ ഗണേശഗിരി ശ്രീ മുത്തപ്പൻ മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറി. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, തായമ്പക എന്നിവയുണ്ടായി. തിങ്കളാഴ്ച നക്ഷത്ര നിവേദ്യ പൂജ, പറയെടുപ്പ് എന്നിവ നടന്നു. മാർച്ച് 9 വരെയാണ് ഗണേശഗിരി മുത്തപ്പൻ മഹോത്സവം. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പുതിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ആശീർവാദ് സിനിപ്ലക്സിൽ നടന്ന വിജയാഘോഷം തിയേറ്റർ മാനേജർ മിഥുൻ ലാൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രദർശനത്തിനെത്തിയവർക്കൊപ്പമാണ് ഫാൻസ് അസോസിയേഷൻ വിജയാഘോഷം സംഘടിപ്പിച്ചത്. മധുരപലഹാര വിതരണവുമുണ്ടായി. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രതിനിധികളായ മണികണ്ഠൻ, നിഖിൽ, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിജയാഘോഷത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 21 റിലീസ് ചെയ്ത സിനിമ 2ാം വാരത്തിലും കുടുംബ പ്രേക്ഷകർക്കൊപ്പം മുന്നേറുകയാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് YV രാജേഷും അനൂപ് രവീന്ദ്രനും രചന നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാള ഭാഷാ കോമഡി നാടക ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയിൽ ഉണ്ണിമുകുന്ദനൊപ്പം നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. M സ്വരാജ് നയിക്കുന്ന ജാഥയെ വരവേറ്റത് പുലാമന്തോൾ പാലം പരിസരത്ത് വെച്ച്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് M സ്വരാജ്.
സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹം ആരോപിച്ച് കോൺഗ്രസ് മാർച്ച് 5-ന് കലം കമിഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ലു സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണം. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാർ. കാരണം കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. കടമ്പഴിപ്പുറം വൈലം കുന്നിൽ കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. വാണിയംകുളത്ത് പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. സ്വജനപക്ഷപാതവും ജനദ്രോഹവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. മീറ്ററില്ലാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. SSLC +2 പരീക്ഷകൾ തുടങ്ങി. റെഗുലർ വിഭാഗത്തിൽ ഇക്കുറി 10ാം തരം പരീക്ഷ എഴുതുന്നത് 4.25 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷ 26 വരെ. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.